ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യങ്ങൾ അറിഞ്ഞ് ദേവയാനി നയനയെ കൊണ്ടുവരുമ്പോൾ ദേവയാനി പിന്നീട് നയനയെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കില്ല കേട്ടോ. അങ്ങനെ മീനാക്ഷിയെ വീണ്ടും വിളിച്ചു വരുത്താണ് ദേവയാനി. നയനയ്ക്ക് സഹായം മീനാക്ഷി ആവട്ടെ എന്നുള്ള ആ തീരുമാനം ഇനി എൻ്റെ മോള് കിച്ചണിലൊന്നും ജോലിക്ക് കയറണ്ട എന്ന ആ തീരുമാനം ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ അത് കേട്ട് നിൽക്കാൻ അനാമികയ്ക്ക് കഴിയില്ല കേട്ടോ. പക്ഷേ നയന പറയാണ്, നമുക്ക് ഉണ്ടാക്കേണ്ട ഭക്ഷണം നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതിന് ആ സുഖം വരില്ല അമ്മേ, മറ്റാരും ഉണ്ടാക്കി തരുമ്പോഴും എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ മോളുടെ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനാമികയ്ക്ക് അടിമുടി കയറുകയാണ്. തന്നോടുള്ള ആ ഒരു പെരുമാറ്റം അവരുടെ മാറിയിരിക്കുന്നു. എന്നാൽ ഈ സമയം നയനയോട് വല്ലാത്തൊരു രീതിയിൽ പെരുമാറുന്നു. ഇത് കണ്ടു നിൽക്കാൻ തനിക്കൊരിക്കലും കഴിയില്ല എന്ന് അനാമിക മനസ്സിലാക്കുകയാണ്. അങ്ങനെ മീനാക്ഷിയും ഈ പറയുന്ന നയനയെ അടുക്കളയിൽ പണിയെടുക്കാൻ കയറുകയാണ്. ഇതേ സമയം ഇവളെ കൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ഇവളെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിപ്പിക്കും, അതിനുള്ള വേലത്തരങ്ങളൊക്കെ എൻ്റെ കൈകളിലുണ്ട് എന്നിങ്ങനെ അനാമിക പറയുന്നു കേട്ടോ. അങ്ങനെ ദേവിയാൻ അവിടെ നിന്ന് പോയിരിക്കുകയും ചെയ്യാണ്. എന്നാൽ ഈ സമയം നയനയുടെ അരികിൽ ചെന്ന് ചോദിക്കുകയാണ്, എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറയണ കേട്ടോ. ഇതേ സമയം നയന വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല. അപ്പോൾ ഉടൻ തന്നെ നയന മൈൻഡ് ആക്കുന്നില്ലെന്ന് കാണുമ്പോൾ ഉടൻ തന്നെ മീനാക്ഷിയുടെ അടുത്തോട്ട് വന്നിട്ട് പറയണേ, നിങ്ങളോട് എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറഞ്ഞില്ലേ കൊച്ചേ, എൻ്റെ കയ്യിൽ അരിയുടെ മാവാണ്, ആ സമയം ഞാൻ നിനക്ക് എങ്ങനെ എടുത്തു തരാനാണ്, കൊച്ചു തന്നെ എന്താ വേണ്ടച്ചാൽ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുമ്പോൾ, എൻ്റെ വീട്ടിലെ ഈ ഒരു പണിയൊന്നും ഞാൻ ചെയ്യാറില്ല കൊച്ചേ, ഇത്ര വലിയ പണിയൊന്നുമില്ലല്ലോ, ഒരു ജ്യൂസ് ഉണ്ടാക്കുക, അതിന് ഒരാളുടെ സഹായം ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ, അത് നിങ്ങൾക്ക് പറയാം, എൻ്റെ വീട്ടിൽ ഒരു ഗ്ലാസ് എടുത്ത് അപ്പുറത്തോട്ട് വെക്കാത്ത ഒരാളാണ് ഞാൻ, എന്നാൽ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കി തരണം, എന്താ നയനെ നിനക്കത് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കണം കേട്ടോ. ഇത് കേട്ട ഉടൻ തന്നെ നയന പറയണേ, ഞാനെന്താ ഇവിടെ വെറുതെ കൈകെട്ടിയിരിക്കുകയാണോ, നീ കാണുന്നില്ല നിന്റെ കൺമുന്നിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് നീ കാണുന്നില്ല, ഇവിടെ പച്ചക്കറി അരിയില്ല, ആ പച്ചക്കറി അരിയുന്നത് നീ അവിടെ നിർത്തി, എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് അടിച്ചാൽ എന്താ കുഴപ്പം, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാം കേട്ടോ. നീ വേണമെങ്കിൽ നിനക്ക് എടുത്ത് കുടിക്കുക, അല്ലാതെ മറ്റുള്ളവരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കുന്ന നിന്റെ പരിപാടി അത് നിർത്തിയേക്കുക, അങ്ങനെ വേണമെങ്കിൽ നിന്റെ അമ്മയെ ഇവിടെ കൊടുന്ന് നിർത്തിക്കോ എന്ന് പറയണേട്ടോ. എന്നാൽ ഈ സമയം ഇത് കേൾക്കുന്ന അനാമികക്ക് അങ്ങ് ദേഷ്യം പിടിച്ച് നയന അരിയുന്ന ആ പച്ചക്കറി എല്ലാം തട്ടിയിടുകയാണ് കേട്ടോ. ഒരൊറ്റ ഏറങ്ങ് എറിയാണ്. ഇതേ സമയം മീനാക്ഷി അങ്ങോട്ടേക്ക് വരണേ, എന്താ കൊച്ചെ നീ കാണിക്കുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് എവിടുന്നാ അവിടെ നിന്ന് എണീക്കാൻ കഴിഞ്ഞത്, കൊച്ചെ നീ ചെയ്യുന്നതൊക്കെ വളരെ മോശം പ്രവൃത്തിയാണ്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, പിന്നെ ഞാൻ എന്ത് വേണം, എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് ചോദിച്ചപ്പോൾ ഇവിടെ ആർക്കെങ്കിലും എടുത്തു തരാൻ കഴിഞ്ഞോ, നിന്നെപ്പോലെ ഒരു കൊച്ചു തന്നെയാണ് ഈ ഇരിക്കുന്ന ഈ പറയുന്ന നയന മോളും, അവളും ഈ വീട്ടിലെ പണികളൊക്കെ ചെയ്യുന്നത് പോലെ എനിക്കൊരു ഗ്ലാസ് ജ്യൂസ് അടിക്കാൻ പോലും വയ്യെന്ന് പറയുമ്പോൾ, തള്ളേ നിങ്ങൾ ഇവിടുത്തെ വേലക്കാരിയാണ്, അല്ലാതെ നിങ്ങൾ ഇവിടുത്തെ മരുമകൾ സ്ഥാനവും മറ്റുള്ള സ്ഥാനമൊന്നും കെട്ടില്ലമ്മ ചമ്മ എന്നെ ഭരിക്കാൻ വരണ്ട എന്ന് പറയുമ്പോഴേക്കും ബഹളം കേട്ട് ദേവയാനി അങ്ങോട്ടേക്ക് എത്തണേട്ടാ. ദേവയാനിയും ജാനകിയും ജലജയൊക്കെ ഓടി വരണേ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നയനയുടെ കയ്യിൽ കത്തി ബാക്കി എല്ലാ സാധനങ്ങളും താഴെയും കൊടുക്കുന്നു. ഇത് കാണുന്നതിനോടുകൂടി ജാനകി, അയ്യോ എൻ്റെ മോളെ നിനക്ക് എന്താ പറ്റിയത്, നിന്നെ ഇവിടെ കത്തി കൊണ്ട് കുത്താൻ നോക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട് അനാമികയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അനാമിക പറയാണ്, അമ്മേ ഇവളോട് ഞാനൊരു ഗ്ലാസ് ജ്യൂസ് ചോദിച്ചതിനാ ഇവൾ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ട ഉടൻ തന്നെ അവിടെ മീനാക്ഷി പറയണേ, എൻ്റെ ജാനകി മാഡം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ, ഈ കൊച്ചാണ് ഈ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത്, ഇവൾക്കൊരു ഗ്ലാസ് ജ്യൂസ് വേണമെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈക്ക് ഒരു ഒഴിവും ഉണ്ടായിരുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് തരാം എന്നും അതുപോലെ തന്നെ പറ്റിയില്ലെങ്കിൽ നീ ഇപ്പോൾ ഒന്നും ഉണ്ടാക്കി കുടിച്ചോ എന്നും പറഞ്ഞതിന് ഈ കൊച്ചിന് പറ്റിയില്ല, അതിന് നയനമോൾ അരിയുന്ന പച്ചക്കറിയൊക്കെ എടുത്ത് അങ്ങ് എറിഞ്ഞു എന്ന് പറയട്ടോ. ഇത് കേട്ട ദേവയാനി അങ്ങ് ഉറഞ്ഞു തുള്ളിയും കൊണ്ട് അനാമികയുടെ അടുത്തോട്ട് വന്നിട്ട് പറയണേ, നീ ആരടി എൻ്റെ മരുമകളുടെ കയ്യിലിരിക്കുന്ന പച്ചക്കറി തട്ടൊക്കെ തട്ടിക്കളയാൻ, നിന്നോട് ആര് പറഞ്ഞടി, ഇത് നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒന്ന് ഞെട്ടിപ്പോവാനായിട്ട് അനാമിക, ഇവിടെ എന്ത് വേലത്തരം നിനക്ക് ചെയ്യാമെന്ന കരുതൽ നിനക്കുണ്ടോ. അത് കേൾക്കുന്ന അനാമിക പറയണേ, ഞാൻ എൻ്റെ വീട്ടിൽ റാണിയെ പോലെയാണ് ജീവിച്ചിരുന്നത്, അവിടെ എനിക്ക് പണികൾ ചെയ്യാൻ പലവരും ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് കഷ്ടപ്പാടാണ് വല്യമ്മ എന്ന് പറയുമ്പോൾ, അങ്ങനെ കെട്ടിക്കുന്നതിന് മുന്നേ പെൺകുട്ടികൾക്ക് പല വീട്ടിലും പലതും ഉണ്ടാവും, പക്ഷേ കെട്ടിച്ച് വന്നാൽ കെട്ടിച്ച വീട്ടിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാൻ പഠിക്കണം, അല്ലാതെ നിന്നെപ്പോലെ ഇവിടുത്തെ മരുമകൾ തന്നെയാണ് ഈ നിൽക്കുന്ന നയനയും, പഴവട്ടം എൻ്റെയും കൂടി ഒത്താശയോടുകൂടി ഇവളെ നീ വേലക്കാരിയാക്കാൻ നോക്കിയിട്ടുണ്ട്, ഇനി അത് നടക്കില്ല, എൻ്റെ മരുമകൾ എനിക്ക് വലുത്, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ എടുത്ത് കുടിച്ചോ, പിന്നെ അത് മാത്രമല്ല ജ്യൂസ് ഉണ്ടാക്കൽ മാത്രമല്ല, ഇവിടെ നീ ആകെ കച്ചറ പരത്തിയില്ലേ, ഇവിടെ ആകെ ഈ വേസ്റ്റൊക്കെ നീ ഇവിടെ പരത്തിയില്ല, അതെല്ലാം നീ ക്ലിയർ ചെയ്ത് ഇവിടെ നന്നായി ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഈ ദേവയാനി ആരെന്നും അതുപോലെ തന്നെ അച്ഛനോട് വിവരങ്ങൾ അറിയിക്കുമെന്ന് പറയുന്നിട്ടോ. എന്നാൽ ഈ സമയം അനാമികക്ക് മൊത്തത്തിൽ അടിമുടി ദേഷ്യം കയറി. അവിടെ ഇരിക്കുന്ന പാത്രം വീണ്ടും തട്ടുമ്പോൾ ദേവയാനിക്ക് അങ്ങ് ദേഷ്യം കയറി, പെണ്ണെ ഒതുങ്ങിക്കൂടി ഇവിടെ എവിടെയെങ്കിലും നിന്നോ,
നീ പല വേലത്തരങ്ങളും ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അങ്ങനെ പലതും നീ ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ സ്വഭാവം എന്ത് ജാനകി ഇവൾക്കൊന്ന് പറഞ്ഞു കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് കഴുത്തിനങ്ങ് പിടിക്കാൻ ഒരുങ്ങാനായിട്ടാ. അപ്പോഴേക്കും ജാനകി പറയണം, മോളെ നീ എന്തിനാണ് ഇപ്പോൾ വെറുതെ ഒരു പ്രശ്നത്തിന് നിന്നത്? ഈ നയന ഉണ്ടാക്കി തരുന്നില്ലെങ്കിൽ അമ്മയോട് വന്ന് പറഞ്ഞാൽ പോരെ, അതല്ലെങ്കിൽ നിനക്കൊരു ജ്യൂസ് എടുത്ത് കുടിച്ചാൽ പോരെ. ഇനി എന്തായാലും അച്ഛൻ വരുമ്പോഴേക്കും ഇവിടെ അങ്ങ് വൃത്തിയാക്കിക്കോ എന്ന് പറയട്ടോ. എന്നിട്ട് നയനയാണെങ്കിലോ അപ്പുറത്ത് നിൽക്കുന്നുണ്ടാവും. നയനയുടെ പണി നോക്കുമ്പോൾ ജാനകി അങ്ങ് ദേഷ്യം പിടിച്ചിട്ട്, എടി എൻ്റെ മരുമകളെ നീ വെറുതെ ആ ദേവയാനിയുടെ വായിൽ നിന്ന് ഏട്ടത്തിയുടെ വായിൽ നിന്ന് ഓരോന്ന് കേൾപ്പിക്കാനല്ലേടി നീ ചെയ്തത്. നിന്റെ വീട്ടിൽ നീ ഇതുപോലെയുള്ള പല പണികളും ചെയ്യുന്നവളല്ലേ. എന്നാൽ അനാമിക അങ്ങനെയല്ല. ഇട്ടുമൂടാൻ സ്വത്തുള്ള ആ കുടുംബത്തിൽ നിന്ന് വന്നവളാണ്. അവൾക്കൊരു ജ്യൂസ് അടിച്ച് കൊടുക്കുന്നതിൽ നിനക്കെന്താ തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട ആദർശ് വരണം കേട്ടാ. ദേ വല്യമ്മേ, അതെ ഞാനൊരു കാര്യം പറയട്ടെ. എൻ്റെ ഇളയമ്മേ, ഇത്രയും നാൾ ഇളയമ്മയോടുള്ള സാമീപ്യമൊക്കെ എൻ്റെ നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോഴെൻ്റെ ഇളയമ്മേ, നിങ്ങൾ ഈ പറയുന്നതിനോട് ഞാൻ അത്ര യോജിക്കുന്നില്ല. ഇവളെ ഞാൻ താലി കെട്ടി കൊടുക്കുന്നത് എൻ്റെ കാര്യങ്ങളും എൻ്റെ അമ്മയുടെ കാര്യങ്ങളും എൻ്റെ അച്ഛനമ്മമാരുടെ കാര്യങ്ങളും നോക്കാനാണ്, അല്ലാതെ നിങ്ങളുടെ വീട്ടുവേലക്കും ഈ പറയുന്ന അനാമികയുടെ സേവ ചെയ്യാനുമല്ല. ഇവൾക്ക് അങ്ങനെ ആരെങ്കിലും ജ്യൂസ് ഇടണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ വല്യമ്മ തന്നെ അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. അല്ലാതെ എൻ്റെ ഭാര്യയോട് ഇത്തരത്തിലുള്ള സംസാരമൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ ആദർശിൻ്റെ ഇതുവരെ കാണാത്ത മുഖം എൻ്റെ ഇളയമ കാണേണ്ടി വരും കേട്ടോ എന്ന് പറഞ്ഞിട്ട് നയനയുടെ കൈകൾ പിടിച്ച് കൊണ്ടുപോയിട്ടാ. ഇതേ സമയം അനാമിക ആ നിലത്ത് കിടക്കുന്ന എല്ലാതും തൂത്തും തോരിയും വൃത്തിയാക്കിയിട്ട് തനിക്ക് വേണ്ട ജ്യൂസ് താൻ തന്നെ കുടിക്കേണ്ട ആ അവസ്ഥയിൽ എത്തണേട്ടാ. അങ്ങനെ ദേവിയാനിയുടെ മുഖം ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നായി അനാമിക കാണുമ്പോൾ തനിക്ക് അവിടെ നിക്കക്കള്ളി ഇല്ലെന്ന് തോന്നുമ്പോൾ അനാമിക പെട്ടിയും ബാഗൊക്കെ എടുത്ത് ഇറങ്ങുന്ന ആ കിടുക്കൻ സീന് വരാനിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ദേവയാനി ആദർശനോട് പറയാണ്, ആദർശേ ഇനി നയനമോളെ ഈ വീട്ടിൽ ഏത് സമയവും നിർത്താൻ പറ്റില്ല. ഇവിടുത്തെ വീട്ടുവേലകൾ ഓരോന്നും അവളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കാണ്. നയനമോൾക്കാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണീര് കാണുന്നതും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ആദർശേ നീ ഒരു തീരുമാനമെടുക്കണം. നീ ജോലിക്ക് പോകുമ്പോൾ രാവിലെ തന്നെ അവളെ നീ കൊണ്ടുപോയിക്കോ. എന്നിട്ട് വൈകുന്നേരം നീ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. നിന്റെ കൂടെ അവൾ ഇവിടെ ഇരിക്കട്ടെ. എനിക്ക് ഏത് സമയം നയനമോളുടെ പിറകെ നടക്കാൻ. നയനമോളാണെങ്കിലോ ഇങ്ങനത്തെ സ്വഭാവം ആയാൽ പോരാ. ഒന്ന് പറഞ്ഞ അനാമികയെ പോലെ തന്നെ 10 നീ അങ്ങോട്ടേക്ക് കൊടുക്കണം. അവളെ അടിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിനക്ക് ഉണ്ട് മോളെ. കാരണം നീ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ്, ദേവയാനിയുടെ മരുമകളാണ്. അപ്പം അതിൻ്റെതായ നിലയും വിലയും എല്ലാവരും നിനക്ക് ഇവിടെ തരും. ഞാൻ നിന്നെ സ്വീകരിച്ച സ്ഥിതിക്ക് ഇനി ആരെങ്കിലും നിന്നെ തൊടുന്നതെന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദർശിൻ്റെയും നയനയുടെയും ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് തന്നെ ദേവയാനി അവർക്കൊരു വലിയൊരു വെളിച്ചം തന്നെ വരുമ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ടാണ്. എന്നാൽ കഥകളെല്ലാം മുത്തശ്ശിയോട് ഇങ്ങനെ നവ്യ ചെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, ഇനി നമ്മുടെ മരുമകൾ നമ്മുടെ നയനമോളെ സ്നേഹിക്കുന്ന ആ നല്ല രസകരമായ കാഴ്ച ഇനി നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. എന്തായാലും ദേവയാനി നല്ലൊരു മരുമകൾ തന്നെയാണ്. പിന്നെ അവൻ്റെ മകൻ കല്യാണം കഴിച്ച് നയനമോളെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അവളല്ലാതായി മാറി. എന്നാൽ അവളുടെ നന്മ ഇനി വന്ന സ്ഥിതിക്ക് ഇനി അവൾ നന്നായി നയനമോളെ സ്നേഹിച്ചോളും. നമ്മൾ ആരും നയനമോളുടെ അടുത്തോട്ട് തിരിയേണ്ട ആദർശ്. നീ ധൈര്യത്തോടു കൂടി നീ ഓഫീസിലോട്ട് പോയിക്കോ. നയനമോളെ സംരക്ഷിക്കാൻ ദേവയാനിക്ക് അറിയാമെന്ന് പറയണിട്ടോ.